നമസ്കാരം. ഏതാണ്ട് ഒരു മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2025 ഡിസംബർ 7 പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റിന് ഏതാണ്ട് 750 കോടി രൂപയോളം സമ്പാദിച്ചു. അവർ ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിലൂടെ സമ്പാദിച്ചു. അല്ലെങ്കിൽ 750 കോടി രൂപയുടെ മൂല്യമുള്ളൊരു വ്യാജ ശൃംഖലയാണിത് എന്നാണ് കേരള പോലീസിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ. അത്തരത്തിലുള്ളൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ശൃംഖലയെ കേരള പോലീസ് പൊന്നാനിയിൽ നിന്ന് കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ആളുകളെ, പ്രധാന പ്രതിയായിട്ടുള്ള ജോസ് എന്ന പേരിലറിയപ്പെടുന്ന ജാസിമിനെ ജനുവരി 7 കേരള പോലീസ് വലയിലാക്കുന്നത്. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ഈ കണ്ടെത്തലുകൾ, ആദ്യ അറസ്റ്റുകൾക്ക് ശേഷം ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് ശേഷമാണ് കേരള പോലീസ് അറസ്റ്റിലാവുന്നത്. അപ്പോൾ അറസ്റ്റിലായ ചിലരുടെ പേരുകൾ, പ്രധാന പ്രതികളുടെ പേര് ഞാനൊന്ന് വായിക്കാം. ആദ്യം ഇതിൽ അറസ്റ്റിലാവുന്നത് പൊന്നാനിയിലെ ഇർഷാദ്, തിരൂരിലെ നിസാർ. ഇവരിൽ നിന്നാണ് ഈ ജോസ് എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന നസീമിനെ കണ്ടെത്തുന്നത്. അപ്പോൾ ക്ഷമിക്കണം, നസീമല്ല, മണക്കാട് ജാസിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ആദ്യം നസീം എന്നാണ് പറഞ്ഞതെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. മണക്കാട് ജാസിം എന്നാണ് ഇയാളുടെ പേര്. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ ശൃംഖല പൊന്നാനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതായത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ശൃംഖലയല്ല. ഹൈദരാബാദിലുമൊക്കെ ഇവർക്ക് ബന്ധപ്പെട്ട് ഇവരുടെ കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കേരള പോലീസിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ഈ കണ്ടെത്തലുകളുടെ ഒരു പ്രാധാന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലം കടയ്ക്കലുള്ള ഒരു എഡ്യൂക്കേഷണൽ ഏജൻസി വഴിയുമൊക്കെ വളരെ വ്യാപകമായൊരു പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് പ്രധാനമായിട്ട് നേഴ്സുമാർക്കും പ്രീ മെഡിക്കൽ കോഴ്സുകൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഇവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. മറ്റ് മേഖലകളിലുള്ള PhDയുടെ വരെ സർട്ടിഫിക്കറ്റുകൾ അവർ നൽകാനൊന്നും അവർക്ക് യാതൊരു മടിയുമില്ല. കാരണം 800 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഓരോ സർട്ടിഫിക്കറ്റും അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അവർ ഈടാക്കിക്കൊണ്ടിരുന്നത് അവരുടെ ഉപഭോക്താക്കളിൽ നിന്ന്. ഈ ഒരു വ്യാജ ശൃംഖല പൊളിഞ്ഞത് ഒരു സന്തോഷകരമായ വാർത്തയാണ്. പക്ഷേ ഇവർ എത്രത്തോളം ആളുകളിലേക്ക് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയ ഭാരതത്തെ ഈ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഭാരതത്തിൽ നിന്ന് പ്രത്യേകിച്ച് നേഴ്സിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു നേഴ്സിംഗ്, പ്രീ മെഡിക്കൽ കോഴ്സുകൾ, ഇവരുടെ രണ്ടുപേരുടെയും വ്യാജ ഈ രണ്ട് മേഖലകളിലും ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ശൃംഖല വിതരണം ചെയ്തിരിക്കുന്ന വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം വളരെയധികമാണ്. തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് വരാം. ഓസ്ട്രേലിയ ഈ നഴ്സിംഗ്, പ്രീ മെഡിക്കൽ കോഴ്സുകൾ ഇവയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള മേഖലകളിൽ നിന്ന് ഭാരതത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഹൈ റിസ്ക് ആയിട്ട് കണ്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമേ ഓസ്ട്രേലിയയിലേക്ക് എന്തെങ്കിലും ജോലികൾക്കായോ ഉന്നത വിദ്യാഭ്യാസത്തിനായോ പ്രവേശിപ്പിക്കാവൂ എന്നുള്ളൊരു നിലയിലേക്കുള്ളൊരു നടപടികൾ സ്വീകരിക്കുകയാണ് ഓസ്ട്രേലിയ. അതായത് ഹൈ റിസ്ക് പട്ടികയിൽ ഭാരതത്തെ പെടുത്തി എന്ന് ചുരുക്കം. ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ ശൃംഖലകൾ ഭാരതത്തിലും, ഒരു രാഷ്ട്രമെന്ന നിലയിലും ഭാരതത്തിന് അല്ലെങ്കിൽ പൗരന്മാർക്കും ഉണ്ടാകുന്ന അപകടങ്ങൾ ചില്ലറയല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രവർത്തന കേന്ദ്രം മുമ്പ് ബാംഗ്ലൂരും ഹൈദരാബാദുമൊക്കെ ആയിരുന്നു. മുൻപ് എന്ന് ഞാൻ പറയുന്നത് ഏതാണ്ടൊരു 15-20 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഈ പൊന്നാനിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, 750 കോടിയോളം രൂപ മൂല്യമാണ് ഈ വ്യാജ ശൃംഖലയ്ക്ക് മൊത്തമായി കേരള പോലീസ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശൃംഖല, അത്രയും വ്യാപകമായ, അത്രയും വിപുലമായൊരു ശൃംഖല കേരളത്തിൽ പൊന്നാനിയിൽ നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ, പൊന്നാനി കേന്ദ്രമാക്കി പ്രവർത്തിക്കണമെങ്കിൽ, ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പഴയ വ്യാജ സർട്ടിഫിക്കറ്റുകാർ ഒന്നുകിൽ പുതിയ രൂപത്തിൽ പൊന്നാനിയിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഒക്കെ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കർണാടക മൊത്തമുണ്ട്. കാരണം മംഗലാപുരം മുതൽ ബാംഗ്ലൂർ വരെയായിരുന്നു പഴയ ഈ ശൃംഖലകൾ എന്നാണ് പഴയ മാധ്യമ പ്രവർത്തകരും പോലീസുകാരും പറയുന്നത്. ആ ശൃംഖലകളെല്ലാം ഔട്ട്ഡേറ്റഡ് ആവുകയും പുതിയ രൂപത്തിൽ, പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ഈ തട്ടിപ്പുകാരുടെ പുതുരൂപങ്ങൾ പൊന്നാനിയിൽ പുതിയതായി ഉയർന്നു വരികയും ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇവരെ കേരള പോലീസ് പിടിച്ചു എന്നുള്ളത്, ഇവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഈ അറസ്റ്റിലായവർ മാത്രമാണോ? 3 പേരുടെ പേര് ഞാൻ പറഞ്ഞു. കൂടുതൽ ആളുകൾ വൈകാതെ അറസ്റ്റിലാവുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളുമായി പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഈ ശൃംഖല ശക്തമായ പിന്തുണ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാതെ, എന്തിനു പറയുന്നു, സർവകലാശാലകളുടെയും കോളേജുകളുടെയും വ്യക്തമായ പിന്തുണ ഇല്ലാതെ ഇത്രയും വിപുലമായൊരു ശൃംഖല പ്രവർത്തിക്കുക അസാധ്യമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഈ അറസ്റ്റിലായവർ മാത്രമാണോ ഈ ശൃംഖലയിലുള്ളത്, അതോ ഇവർ വെറും ചെറുകണ്ണികൾ മാത്രമാണോ, ചെറു മത്സ്യങ്ങൾ മാത്രമാണോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. ഈ വസ്തുത ഈ വസ്തുതയ്ക്ക് പ്രാധാന്യമേറുന്നത്, അല്ലെങ്കിൽ ഈ വാർത്തയുടെ പ്രാധാന്യമേറുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയ പോലുള്ള രാഷ്ട്രങ്ങൾ ഭാരതത്തിനെ ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ പേരിലൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് തള്ളുമ്പോഴാണ്. രാഷ്ട്രത്തിൻ്റെ ഉണ്ടാകുന്ന മാനക്കേട് ഒരു വശത്ത്, നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രതീക്ഷയോടുകൂടി ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലികൾക്കുമായി പോകുന്ന വിദ്യാർത്ഥികൾ അവർ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുന്നത് തന്നെ തെറ്റായൊരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥ സർട്ടിഫിക്കറ്റുമായി പോകുന്നവരെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു ശൃംഖലയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയെ തള്ളിവിടുന്നു എന്നുള്ളത് സത്യസന്ധമായൊരു കാര്യമാണ്, ഒരു വസ്തുതയാണ്. അതിനെ അംഗീകരിക്കാതെ വയ്യ, ആശങ്കപ്പെടാതെ വയ്യ. അപ്പോൾ നിയമ നടപടികൾ കൂടുതൽ ശക്തമായി ഇക്കാര്യത്തിലേക്ക് വേണം. ഒപ്പം തന്നെ വിശദമായ അന്വേഷണവും ഈ ശൃംഖലയുടെ ഉള്ളുകള്ളികളിലേക്ക് വേണം. ആരൊക്കെയാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, മറ്റാരെങ്കിലും, ആര് തന്നെയും ആയിക്കോട്ടെ. കാരണം ഇതൊരു രാജ്യദ്രോഹമെന്ന് പറയാവുന്ന തന്നെ ഒരു നടപടിയാണ്, രാഷ്ട്രത്തെ മാനം കെടുത്തുന്ന ഒരു നടപടിയാണ്. ഒപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരളടഞ്ഞതാക്കുന്ന ഒരു നടപടിയുമാണ്. നമസ്കാരം.